Francis. Hello. ഇതാണ് കുവൈറ്റിലെ മരുഭൂമി. മരുഭൂമിയിലൂടെ ഒരു യാത്രയാണ് വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിലൂടെയുള്ള യാത്ര. കുവൈറ്റിലും മരുഭൂമിയുണ്ട്. നമ്മുടെ മരുഭൂമിയുടെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യാം. കുവൈറ്റിൽ എപ്പോഴും നല്ല സ്ഥലങ്ങൾ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അത് അതിമനോഹരമാണ് ഇവിടത്തെ കാഴ്ചകൾ. മരുഭൂമി മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ സ്ഥലത്തുള്ളത്. മരുഭൂമിയിലൂടെയുള്ള മരുപ്പച്ച തേടിയുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുവൈറ്റിലെ യാത്ര വളരെ അധികം സന്തോഷിപ്പിക്കുന്നതും ഇത്രയും അധികം മരുഭൂമിയുടെ ഭാഗങ്ങളുണ്ടോ എന്ന് സംശയിപ്പിക്കുന്നതുമായ സ്ഥലങ്ങളാണ്. ഇടയ്ക്കിടെ ഓരോ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. കാറുകളും ബസ്സുകളും ട്രക്കുകളൊക്കെയായി ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പോയ ചുവപ്പ് ബസ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. ബസ്സുകൾ ഇനിയും ഓടിയിരിക്കുന്നുണ്ട്. ഇതാ ഈ പോകുന്ന ബസ്സിനെ നിങ്ങൾ കണ്ടില്ലേ? ഇത് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ബസ്സുകളാണ് അവയിൽ കാണുന്നത്. നമ്മൾ വീണ്ടും മരുഭൂമിയെ കാണുകയാണ്. മരുഭൂമിയിൽ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെറിയ പട്ടണമായ സഫീൽ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സവിശേഷത. മരുഭൂമിയെ മാത്രം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കുവൈറ്റിലെ പ്രത്യേകത. സൂര്യൻ്റെ വെയിൽ വളരെയധികം നമുക്ക് നല്ലൊരു ചൂട് നൽകുന്നുണ്ട്. ഇവിടുത്തെ തണുപ്പിൻ്റെ അനുസൃതമായ ചൂട് കാണുമ്പോൾ വളരെ നല്ലതാണ് ഈ വെയിലെന്ന്. തീരെ ചൂടില്ല ഈ വെയിലിലേക്ക് എന്നുള്ളതാണ് ഈ തണുപ്പ് കാലത്തെ സവിശേഷതയാണ്. ബസ്സുകൾ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു ഹൈവേയിലേക്ക് കയറിക്കഴിഞ്ഞിരിക്കുന്നു. ഹൈവേ ആണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും അതിമനോഹരമായ മരുഭൂമിയുടെ കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 വരിപ്പാതയുടെ ഒരു ഓരം തേടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ ലാസ്റ്റ് വരിയിലൂടെയാവാം നമ്മളിപ്പോൾ നമ്മുടെ യാത്രാ ബസ് കൊണ്ടിരിക്കുന്നത്. വൺ വേ യാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുവൈത്തിൽ നിങ്ങൾ കണ്ടത് കുറേ അമ്പരച്ചുംബികളാവാം, പക്ഷേ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. സൂര്യനെ നിങ്ങൾ കൃത്യമായി കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമനത്തിലേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയം 4 മണി ആവാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി വേറൊരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എല്ലാ വണ്ടികളും റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടിക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. വണ്ടിക്ക് സുഖമില്ലാതാകുന്ന സാധാരണ ഒരു കണ്ടുവരവ് എല്ലായിടങ്ങളിലും ഉണ്ട്. മനുഷ്യന് വരെ അസുഖം പിടിച്ചാൽ നമ്മൾ വണ്ടിയിൽ തന്നെയാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ആ വണ്ടിക്കും സുഖമില്ലാതെ ആയത്. അപ്പോഴാണ് ആ വണ്ടിയെ എടുത്തുകൊണ്ട് വേറൊരു വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയത്. ഈ മരുഭൂമിയിലൂടെയുള്ള ഈ യാത്ര കാണുമ്പോൾ നമുക്ക് ഒന്നും തന്നെ തോന്നാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ ഈ മരുഭൂമി കാണിച്ചിട്ട് എന്താണ് എന്ന്. എനിക്ക് കാണിക്കാനുള്ള മരുഭൂമിയിലെ പുനരാരണ്യങ്ങളിലൂടെയുള്ള യാത്ര മാത്രം തന്നെയല്ലേ ഇപ്പോൾ നിങ്ങളും ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഒരു മഞ്ഞ നിറത്തിലുള്ള ബസ് പോകുന്നത് കാണാം. അതിവിടത്തെ സ്കൂൾ പിള്ളേരെ കൊണ്ടുപോകുന്ന ബസ്സുകളാണ് എന്ന്. ഒരുപാട് വാഹനങ്ങൾ തലക്കും വിലകും ഓടിക്കൊണ്ടിരിക്കുന്നു. ബസ്സിൻ്റെ സ്പീഡ് കുറച്ച് കൂടിയെന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കിടയിൽ കാണുന്ന കാഴ്ചകൾ കൗതുകമില്ലെങ്കിലും എന്തൊക്കെയോ ഈ നമ്മോട് പറയുന്നു എന്ന് തോന്നുന്നു. 10 മിനിറ്റിലേക്ക് നമ്മൾ അടുക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുവൈറ്റിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഈ നാടിൻ്റെ പ്രത്യേകത. ഇപ്പോൾ 9 മിനിറ്റും 25 സെക്കൻഡുമായിരിക്കും. 10 മിനിറ്റ് നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട വീഡിയോയുടെ ദൃശ്യങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടതിൽ ഞാൻ സന്തുഷ്ടനാണ്.
എല്ലാവർക്കും വളരെ നന്ദി അറിയിച്ചുകൊണ്ട് സിറാജുൽ ഹുസൈൻ.